എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷിൻ്റെ 3rd ചാപ്റ്റർ. എന്താണ്? ഐ വിൽ ഫ്ലൈ. എഴുതിയിരിക്കുന്നത് ആരാണ്? അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം. എന്താണ് ഫുൾ നെയിം? ഔൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം അല്ലേ? നമ്മളുടെ ഏവരുടെയും അഭിമാനമായ, നമ്മളുടെ ₹1 ശമ്പളം വാങ്ങിയിരുന്ന നമ്മുടെ പ്രസിഡന്റ് ആരാണ്? APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത്രത്തോളം വളരെ നല്ല കാര്യങ്ങളാണ് അദ്ദേഹത്തെ പറ്റി നമുക്ക് പറയാനുള്ളത് അല്ലേ. ഏറ്റവും നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറായിരുന്നു അദ്ദേഹം. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്താണെന്നറിയാമോ? നമ്മൾ യൂട്യൂബിൽ കണ്ടതാണ്. ഒരു സ്കൂളിൽ ഒരു ഫംഗ്ഷൻ സമയത്ത് ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അവിടെ എന്താണ്, കുറേയേറെ കുട്ടികൾ അദ്ദേഹത്തിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാനായിട്ട് ഒരവസരം കിട്ടിയത് ഏറ്റവും ബാക്കിൽ ഭാഗത്ത് നിന്ന് ഒരു കുട്ടിക്കായിരുന്നു. അപ്പോൾ ആ കുട്ടി സംസാരിക്കുന്നത് നമുക്ക് ഇംഗ്ലീഷ് ആ കുട്ടി യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ആ കുട്ടി പറഞ്ഞ വാക്കുകളെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയില്ല, ഐ ആം ബാഡ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ഞാൻ പഠിക്കുന്നത് കേരളത്തിലെ സർക്കാർ സ്കൂളിലാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ മലയാളം മീഡിയമാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അബ്ദുൽ കലാം സർ പറയുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം സിമ്പിളാണ് സർ. അതുപോലെ തന്നെ സ്റ്റുഡൻസിനോട് അത്രത്തോളം സ്നേഹമുള്ള ഒരാളാണ് അബ്ദുൽ കലാം സർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ നമ്മൾ എന്തെന്ന് പറഞ്ഞ് ആചരിക്കുന്നത്? സ്റ്റുഡൻസ് ഡേ എന്ന് പറഞ്ഞ് ആചരിക്കുന്നത്. ഇപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് പഠിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും, അത് ഏത് ക്ലാസ്സിലുള്ള കുട്ടികൾക്കോ ആയിക്കോട്ടെ, അത്രത്തോളം മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഉണ്ടാകുന്ന വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ സ്കൂളിലെ ബാക്ക് ബെഞ്ചേഴ്സാണ്. അപ്പോൾ ബാക്കിലിരുന്ന് ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കണ്ടപ്പോഴാണ്, ഈ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എല്ലാവരും ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് കളിയാക്കുമെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ, ഒരു രാജ്യത്തിലെ അടുത്ത തലമുറയിലെ ഏറ്റവും നല്ല ആൾക്കാരെ ചിലപ്പോൾ കണ്ടെത്താൻ കഴിയുന്നത് എവിടെ നിന്നാണെന്നറിയോ? ആ ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചുകളിൽ നിന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ വളരെ മോട്ടിവേഷനാണ്. നമ്മളുടെ ഏറ്റവും വലിയ ഡിഫക്ട്സ് എന്ന് കരുതി നമ്മൾ മോശമായ കാര്യം നമ്മുടേത് എന്ന് കരുതുന്ന കാര്യങ്ങളിൽ പോലും അദ്ദേഹം കണ്ടുപിടിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളത് അബ്ദുൽ കലാം സാറിൻ്റെ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു വർക്ക് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഐ വിൽ ഫ്ലൈ. എന്താണത്? അതിന് മുമ്പ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ലെറ്റ് us എക്സാമിൻ വാട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം ഹാസ് ടു ടെൽ us about being successful and unique. അപ്പോൾ എങ്ങനെയാണ് സക്സസ്ഫുള്ളായി മാറണം, അതുപോലെ തന്നെ യുണീക്ക് ആവണം. എന്താണ് യുണീക്ക് എന്ന് വെച്ചാൽ? വൺ ആൻഡ് ഓൺലി ആണല്ലേ. എന്നെപ്പോലെ ഞാൻ ഒരിക്കലും വേറൊരാളെ കോപ്പി അടിക്കാനായിട്ട് ശ്രമിക്കില്ല. ഇന്നയാളായി മാറരുത് ഞാൻ. അയാളാകാനല്ല ഞാൻ ശ്രമിക്കേണ്ടത്, ഞാനാകാൻ ശ്രമിക്കണം. എൻ്റെ പൊട്ടൻഷ്യൽ എന്താണോ, എൻ്റെ ടാലൻ്റ് എന്താണോ അത് കണ്ടെത്തി ഞാൻ എന്താകണം? ലൈഫിൽ സക്സസ്ഫുൾ ആകണം. ആ ഒരു രീതിയിലുള്ള ഒരു വർക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഐ വിൽ ഫ്ലൈ? ഡോക്ടർ APJ അബ്ദുൽ കലാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? വിത്ത് എ പോയം അല്ലേ. ഒരു പോയത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് പോയം? വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ makes no difference who I am. Anything my heart desires will come to me. എന്താണ്? സിമ്പിളാണ് അല്ലേ. ഞാൻ എന്തോ ആയിക്കോട്ടെ, ഞാൻ എങ്ങനെയോ ആയിക്കോട്ടെ, ഞാൻ എന്താഗ്രഹിക്കുന്നുവോ, എത്രത്തോളം ആഗ്രഹിക്കുന്നു, അതെങ്ങനെയാണ് എൻ്റെ ഹാർട്ടിൻ്റെ ആഗ്രഹങ്ങളെല്ലാം എന്നിലേക്ക് അണയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്താണ്? പൊട്ടൻഷ്യൽ. അപ്പോൾ ആഗ്രഹിക്കുക. അദ്ദേഹം എന്താ പറയുന്നത്? നമ്മൾ എങ്ങനെ സ്വപ്നം കാണണം, വളരെ ഉയരത്തിൽ ചിന്തിക്കണം എന്ന് പറയുന്ന ആളാണ് അബ്ദുൽ കലാം. ഡ്രീംസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ എന്താണ് നമ്മുടെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. Dear friends, I realize how the contributions of the youth in the past have continuously contributed to the world of today in many fields. അപ്പോൾ ആരുടെ കോൺട്രിബ്യൂഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പാസ്റ്റ്, നമ്മളുടെ മുമ്പിലത്തെ തലമുറ, നമ്മൾ കഴിഞ്ഞു പോയ തലമുറ, അവരുടെ കോൺട്രിബ്യൂഷൻസ്. ഐ റിയലൈസ്, ഞാൻ തിരിച്ചറിയുന്നു, ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂത്ത് ഇൻ ദ പാസ്റ്റ് ഹാവ് കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദ വേൾഡ് ഓഫ് ടുഡേ ഇൻ മെനി ഫീൽഡ് അല്ലേ. നമ്മുടെ ലോകത്തിലെ ഇപ്പോഴത്തെ പല 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 മേഖലകളിലും ഉണ്ടാകുന്ന പുരോഗതി, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പുതിയ പുതിയ കോൺട്രിബ്യൂഷൻസ് ആരുടെ കോൺട്രിബ്യൂഷൻ്റെ ഫലമായിട്ടുള്ളതാണ്? നമുക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന തലമുറയുടെ കോൺട്രിബ്യൂഷൻ്റെ ഫലമായിട്ട് ഉള്ളതാണ്. I would like to assert that no youth today needs to fear about the future. അപ്പം ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു തലമുറയിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും എന്തിനെ പറ്റി പേടി വേണ്ട? ഫ്യൂച്ചറിനെ പറ്റി, ഭാവിയെ പറ്റി ഒരു ടെൻഷൻ, ഒരു പേടി വേണ്ട.
The ignited mind of the youth is the most powerful resource on the earth, under the earth and above the earth. എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ ആ ഒരു ജ്വലിക്കുന്ന മനസ്സെന്ന് പറയത്തില്ലേ, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വിതുമ്പുന്ന ഒരു മനസ്സിൻ്റെ ഒരു എന്താണ് ആളിക്കത്തുന്ന മനസ്സെന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഓഫ് ദ യൂത്ത്, ആ ചെറുപ്പത്തിൻ്റെ ആ ഒരു മനസ്സാണ് എന്തെന്ന് പറയുന്നത്, ഇസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ് ആണത്. എവിടെയൊക്കെയുള്ള റിസോഴ്സാണ്, ഓൺ ദി എർത്ത്, അണ്ടർ ദി എർത്ത് ആൻഡ് എബവ് ദി എർത്ത്. പ്രകൃതിയിൽ മാത്രമല്ല, നമ്മുടെ ഭൂമിയിൽ മാത്രമല്ല, ഭൂമിക്ക് താഴെയും ഭൂമിക്ക് മുകളിലുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കണ്ടെത്താൻ ആരുടെ ആ ഒരു മനസ്സുണ്ട്, നമ്മുടെ ആ ഒരു യൂത്തിൻ്റെ ഇഗ്നൈറ്റഡ് മൈൻഡ് ഉണ്ടല്ലേ, അതാണ് ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത്. ഡിയർ യങ് ഫ്രണ്ട്സ്, I would like to talk to you on the topic I am born with wings. അപ്പോൾ ഫ്രണ്ട്സിനോട് എന്ത് പറയുന്നു, ഫ്രണ്ട്സ് എന്ന് ഇരിക്കുന്ന അവിടെ ഇരിക്കുന്നവരെ എല്ലാവരെയും കൂടെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നതാണ്. എന്താണ് പറയുന്നത്, I would like to talk to you on the topic I am born with wings. അപ്പം ഞാൻ ഏത് ടോപ്പിക്കിനെ പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, I am born with wings, ഞാൻ ചിറകുകളോട് കൂടിയാണ് ജനിച്ചത് എന്ന് പറയുന്നു. എന്ത് തുടങ്ങുന്നു, ലാസ്റ്റ് ഇയർ. ഇനി കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോൾ കഴിഞ്ഞത്. ലാസ്റ്റ് ഇയർ ഐ വെന്റ് ടു എ വില്ലേജ് ടു ഇനാഗുറേറ്റ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ, വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം എങ്ങോട്ട് പോയി എന്നാണ്, ഒരു വില്ലേജിലേക്ക് പോയി. എന്തിന്, ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ. പ്രോഗ്രാമിൻ്റെ പേരെന്താണ്, ശാസ്ത്രയാൻ. എന്ന് വെച്ചാൽ എന്താ, ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്, സയൻസിൻ്റെ പ്രചരണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. The mission of Shastriyan was to ensure the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. അപ്പോൾ ശാസ്ത്രയാൻ എന്നുള്ള ഒരു പ്രോഗ്രാമിൻ്റെ എന്താണ് സ്റ്റാർട്ട് ചെയ്യുക, ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ടാണ് അബ്ദുൽ കലാം ആ വില്ലേജിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ എന്താണ് ദ മിഷൻ, അതിൻ്റെ മിഷൻ എങ്ങനെയാണ്, ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ, ആ ശാസ്ത്രയാൻ്റെ മിഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, വാസ് ടു എൻഷ്യൂർ, എന്തുറപ്പ് വരുത്തണം, ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് 2,000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾ, ഏകദേശം 2000 കുട്ടികൾ, പല സ്കൂളുകളിൽ നിന്നുള്ള 2000 കുട്ടികളെ എന്ത് ചെയ്യുക, ടുവേർഡ്സ് മേക്കിംഗ് ദം എലിജിബിൾ, എന്താക്കി മാറ്റണം അവരെ, ടു ബി എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ്, ക്വാളിഫൈഡ് മാനേജേഴ്സ് ആൻഡ് സിവിൽ സർവൻസ്. ഇതിനൊക്കെയുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു എംപവർമെൻറ്റിനുള്ള ഒരു ശാസ്ത്രയാൻ എന്നുള്ള ഒരു സംഭവം ഇനാഗുറേറ്റ് ചെയ്യാനാണ് ഇദ്ദേഹം അവിടെ എത്തുന്നത്. This action would in turn empower about 2,000 families of the village. ഈ ഒരു ദൗത്യം കൊണ്ട് എന്തും കൂടി സംഭവിക്കാം, ഒരു 2000 ഫാമിലി, ആ വില്ലേജിലുള്ള 2000 ഫാമിലിക്കും കൂടി എന്തുണ്ടാവും, എംപവർമെൻറ്റ് ഉണ്ടാകും. എന്ന് വെച്ചാൽ എന്താണ്, ശാക്തീകരണം ഉണ്ടാകും. മൈ ഇനാഗുറൽ അഡ്രസ് ടു എ മിക്സഡ് ഓഡിയൻസ്, എനിക്ക് ഇനാഗുറൽ അഡ്രസ്, ഞാൻ എന്താണ് പ്രസംഗം സ്റ്റാർട്ട് ചെയ്യില്ലേ, എന്താണ് എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഉണ്ടല്ലോ, അത് എങ്ങനെ, അത് കേൾക്കാനിരിക്കുന്നത് ആരാണ്, മിക്സഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. കൺസിസ്റ്റിംഗ് ഓഫ് ആരൊക്കെയാണ് ഉള്ളത്, 5,000 സ്റ്റുഡൻസ്, 5000 സ്റ്റുഡൻസ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ് വാസ് ഓൺ ദ ടോപ്പിക്. അപ്പോൾ എന്തായിരുന്നു അവിടുത്തെ ടോപ്പിക്, സയൻസ് എംപവേഴ്സ് ദി നേഷൻ, സയൻസ് നേഷനെ ശക്തിപ്പെടുത്തുന്നു, ശാക്തീകരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കിട്ടിയിരുന്ന വിഷയം. ആഫ്റ്റർ മൈ അഡ്രസ്, എൻ്റെ പ്രസംഗത്തിന് ശേഷം 100 of hands were rising for asking questions. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം 100 കണക്കിന് കൈകൾ ഉയർന്നു, എന്തിന്, ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം, അപ്പം സമയത്തിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഐ സെലക്റ്റഡ് 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം. എന്താണ്, ഞാൻ 12 പേരെ സെലക്ട് ചെയ്തു, അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒരു 12 പേരെ അങ്ങ് സെലക്ട് ചെയ്തു. ഫ്രം ദ ലാസ്റ്റ് റോ ടു ദി ഫസ്റ്റ്, ബാക്കിൽ നിന്ന് ഫസ്റ്റ് വരെ, അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, എന്തിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു വൺ ക്വസ്റ്റ്യൻ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിലെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഓഫ് ഗ്രേറ്റ് കൺസേൺ വിച്ച് വാസ് ആസ്ക്ഡ് ബൈ എ സ്റ്റുഡൻറ്റ്. അപ്പോൾ എന്താണ്, നമ്മൾ അങ്ങേറ്റം കൺസേൺ ആയിട്ടിരിക്കേണ്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആരാണ് ചോദിച്ചത്, ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്.
ദി ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ. ആ ചോദ്യം ആരുടെ ഭാഗത്തു നിന്നുള്ളതായിരുന്നു? ഒരു ടീനേജറിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളതായിരുന്നു. ഹു ഹാഡ് കം ഫ്രം എ ഫാർ അവേ വില്ലേജ്. ഒരുപാട് ദൂരെയുള്ള ഒരു വില്ലേജിൽ നിന്നാണ് ആ കുട്ടി വന്നത്. ഹി വാസ് നെർവസ്. അവൻ ഭയങ്കര നെർവസ് ആയിരുന്നു. ആൻഡ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. അല്ലേ, നമ്മളുടെ ആ ഒരു യൂത്തില്ലേ, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് തന്നെയാണ് ആ കുട്ടി. ദ ബോയ് ബിഗാൻ സ്പീക്കിംഗ്. അപ്പോൾ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെ തുടങ്ങി? സർ, ഐ ഡോണ്ട് നോ വാട്ട് ഷുഡ് ഐ ആസ്ക്. സർ, എനിക്ക് എന്താ ചോദിക്കേണ്ടത് എന്ന് കൃത്യമായി അറിയില്ല. ഐ ആം നെർവസ്. ഞാൻ ഭയങ്കര നെർവസാണ്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്. ഞാൻ ഇതുവരെ എൻ്റെ ക്ലാസ്സിൽ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്. എനിക്ക് കോൺഫിഡൻസ് വേണം. ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. അപ്പോൾ എന്താ, എനിക്ക് കോൺഫിഡൻസ് വേണം, പക്ഷേ ഞാൻ ഇത്രയും വർഷം പഠിച്ചില്ലേ, ഇത്രയും വർഷം ഞാൻ പഠിച്ചിട്ടും എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് എന്ത് നേടാനായിട്ട് സാധിച്ചിട്ടില്ല? കോൺഫിഡൻസ് നേടാനായിട്ട് സാധിച്ചിട്ടില്ല. ഐ ആം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. എനിക്ക് എൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് സംസാരിക്കാൻ, എൻ്റെ അധ്യാപകരോട് സംസാരിക്കാൻ പേടിയാണ്. ഐ ആം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പേടിയാണ്. വെൻ എവർ ഐ ടോക്ക്, ഞാൻ എപ്പോൾ സംസാരിച്ചാലും ഐ കമ്പയർ മൈ സെൽഫ് വിത്ത് അതർ സ്റ്റുഡൻസ്. ഞാൻ എപ്പോഴും എന്നെ ആരുമായി കമ്പയർ ചെയ്യുന്നു? മറ്റ് സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആൻഡ് ദെയർ എലഗൻറ്റ് ഡ്രസ്സ്, അതുപോലെ അവരുടെ വളരെ ഡീസൻ്റ് ആയിട്ട് അവർ ഡ്രസ്സ് ചെയ്തിട്ടില്ലേ, അതൊക്കെയാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. പ്ലീസ് ടെൽ മീ, എന്നോട് എന്ത് പറയണം? ഐ വോണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. എനിക്ക് ആരായി മാറണം? ഒരു മറൈൻ എഞ്ചിനീയറായി മാറണം. ഐ വോണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. എനിക്ക് എന്തിൽ ട്രാവൽ ചെയ്യണം? ഒരു ഷിപ്പിൽ ട്രാവൽ ചെയ്യണം. ഐ വോണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. എനിക്ക് ആരായി മാറണം? ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റനായി മാറണം. ഐ വോണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദ ഷിപ്പ്. എനിക്ക് ആ ഷിപ്പിൻ്റെ എൻജിൻ ബിൽഡ് ചെയ്യണം. ഷോൾ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ് സർ. അപ്പം എന്താ, എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് എനിക്കിതിനൊക്കെ കഴിയുമോ എന്ന് സർ എന്ന് ചോദിക്കുന്നു. ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? എനിക്കിങ്ങനത്തെ എൻ്റെ ഈ ഒരു ദൗത്യം എങ്ങനെ എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും? വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? വെൻ ദ ബോയ് കംപ്ലീറ്റഡ് ദി ക്വസ്റ്റ്യൻ. ആ കുട്ടി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ദ എൻറ്റയർ ഓഡിയൻസ് ആൻഡ് ദ ഡിഗ്നിറ്ററീസ് ഓഫ് ഓൺ ദി ഡയാസ്. ഡയാസ് എന്ന് പറഞ്ഞാൽ വേദി. അപ്പോൾ എന്താണ്, ആ കുട്ടിയുടെ ആ ഒരു ചോദ്യം കേട്ടതിന് ശേഷം ഓഡിയൻസും അതുപോലെ വേദിയിലിരുന്ന വിശിഷ്ടാതിഥികളും ഒക്കെ എന്ത് ചെയ്യുന്നു? ഇൻക്ലൂഡിങ് ദ ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ വേ ആർ ലുക്കിംഗ് അറ്റ് മീ. എല്ലാവരും എന്നെ നോക്കുന്നു. എന്തിനാണ്? വണ്ടറിങ് വാട്ട് കലാം വാസ് ഗോയിങ് ടു സേ ടു ദി സിൻസിയർ ക്വസ്റ്റ്യൻ ഓഫ് എ യങ് വില്ലേജ് ബോയ്. അപ്പോൾ എന്താണ്, ഒരു കുട്ടിയുടെ വളരെ സിൻസിയർ ആയിട്ടുള്ള, വളരെ സത്യസന്ധമായുള്ള ഈ ഒരു ചോദ്യത്തിന് കലാം എന്ത് മറുപടി പറയും എന്നുള്ള ഒരു നോട്ടം ആരിൽ നിന്നുണ്ടായി? ഓഡിയൻസിൽ നിന്നും അതുപോലെ സ്റ്റേജിലിരുന്ന വിശിഷ്ടാതിഥികളിൽ നിന്നും ഉണ്ടായി. ഐ തോട്ട് ഓഫ് ഇറ്റ്. ഞാനത് ആലോചിച്ചു. ആൻഡ് ബ്രേക്കിംഗ് ദി സൈലൻസ്. എന്നിട്ട് എന്ത് ചെയ്തു? സൈലൻസ് മാറ്റി. എന്നിട്ട് എന്ത് പറയുകയാണ്? ഐ സെഡ്, ഞാൻ പറഞ്ഞു, മൈ ഡിയർ ഫ്രണ്ട്, you have put the most difficult question among the many questions that I have received from millions and millions of students whom I have met. അപ്പോൾ എന്താ ചോദിക്കുന്നത്? ഞാൻ ഒന്നോ രണ്ടോ കുട്ടികളെയാണോ പരിചയപ്പെട്ടിട്ടുള്ളത്? അല്ല, ഞാൻ മില്യൻസ് ഓഫ് സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചത് ആരാണ്? നീയാണ് എന്ന് പറയുന്നു. ഐ വാല്യൂ എ ക്വസ്റ്റ്യൻ. ഞാൻ നിൻ്റെ ക്വസ്റ്റ്യൻ നിസ്സാരമായിട്ട് കാണുന്നോ? ഇല്ല, ഞാൻ നിൻ്റെ ക്വസ്റ്റ്യന് വിലമതിക്കുന്നു. ഐ നോ യു ആർ എക്കോയിങ് ദി ഫിയർ ഓഫ് മെനി. അപ്പം നിൻ്റെ ഈ ക്വസ്റ്റ്യൻ നീ എന്താണ് എക്കോ ചെയ്തത്? ഒരുപാട് പേരുടെ ഉള്ളിലെ ഫിയറാണ് നീ ഇവിടെ എൻ്റെ മുന്നിൽ പ്രതിധ്വനിപ്പിച്ചത്. ലെറ്റ് മീ റെസൈറ്റ് എ ബ്യൂട്ടിഫുൾ ഏൻഷ്യൻറ്റ് പോയം നെയ്മഡ് ഐ വിൽ ഫ്ലൈ. അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ഞാനൊരു റിസൈറ്റ് ചെയ്യുന്നു. എന്ത് പോയം? ഞാൻ ഏതൊരു പദ്യമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഐ വിൽ ഫ്ലൈ എന്നുള്ള ആ ഒരു പോയം ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ റിസൈറ്റ് ചെയ്യുന്നു. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. ഞാൻ കഴിവുകളോടുകൂടി തന്നെ ജനിച്ചു. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്. I am born with wings, so I am not meant for crawling. Crawling എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഴഞ്ഞു പോവുക, നിരങ്ങി പോവുക, പെതിയെ പോവുക അല്ല. I have wings, I will fly and fly. എന്താണ്? ഞാനിങ്ങനെ പേനെ ഇഴഞ്ഞിഴഞ്ഞ് താഴേക്ക് കൂടെ പോകേണ്ട ആളാണോ? നിരങ്ങി പോകേണ്ട ആളാണോ? അല്ല,
ഞാൻ ജനിച്ചത് എല്ലാ പൊട്ടൻഷ്യലോടുകൂടിയാണ്. എനിക്കും എന്തുണ്ട്, ചിറകുണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് എന്തുണ്ട്, എനിക്ക് ഡ്രീംസ് ഉണ്ട്, എനിക്ക് ട്രസ്റ്റ് ഉണ്ട്, എനിക്ക് എന്തുണ്ട്, ഗുഡ്നെസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട് എനിക്ക് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് തന്നെ ചെയ്യും, ഐ വിൽ ഫ്ലൈ, ഞാൻ ഉയരങ്ങളിലേക്ക് പറക്കുക തന്നെ ചെയ്യും. ഞാനിരുന്നെഴയോ ഇല്ല. ഇത് ഒരു ഏൻഷ്യൻ്റ് പോയമാണ് എന്ന് അദ്ദേഹം പറയുന്നു. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ യു ക്യാൻ ബി യുണീക്ക്. എന്താ പറയുന്നത്, യങ് ഫ്രണ്ട്സ്, ഞാനിനി എന്ത് ചെയ്യാൻ പോയാൽ, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു, ഞാൻ നിങ്ങളുമായിട്ട് എന്ത് ഡിസ്കസ് ചെയ്യുകയാണ്, ഹൗ യു ക്യാൻ ബി യുണീക്ക്, നിങ്ങൾക്ക് ഇങ്ങനെ യുണീക്കായി മാറാം. എന്താണ്, നിങ്ങളായി മാറാം. I have so far met 15 million youth in a decade's time. 10 വർഷത്തെ സമയം കൊണ്ട് ഞാൻ എത്ര പേരെ കണ്ടിട്ടുണ്ട്, 15 million യൂത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. I learned every youth wants to be unique. അപ്പം ഞാൻ എന്ത് പഠിച്ചു, എല്ലാ കുട്ടികൾക്കും എന്താകണം, യുണീക്ക് ആകണം. ദാറ്റ് ഈസ് യു. യുണീക്ക് എന്ന് വെച്ചാൽ എന്താണ്, നീ മാത്രമാണ്. നീ വേറൊരാളാകുവാണെങ്കിൽ നീ എങ്ങനെ യുണീക്ക് ആകും, ഇല്ല. അത് നമ്മുടെ പാരൻസിൻ്റെ ഒരു കുഴപ്പമാണല്ലേ. എന്താണ്, നീ അവനെ കണ്ടുപിടി, നീ ഇവനെ കണ്ടുപിടി, ഇതൊന്നും ചെന്ന് അച്ഛനേമ്മയൊന്നും കാണിപ്പിച്ച് കളയരുത് കേട്ടോ. രഹസ്യമായിട്ട് പറഞ്ഞു തരുവാണ്. എന്താണ്, നിങ്ങൾ ആരെയും കണ്ടുപിടിക്കണ്ട, നിങ്ങൾ എന്താണ് തീരുമാനിക്കേണ്ടത്, നമ്മൾ എങ്ങനെ ആകണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. എന്ന് കരുതി മോശമാകണം എന്നല്ല, നമ്മൾ എന്തേ ചിന്തിക്കുക, ഉയരങ്ങളിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്ത തന്നെ വേണം. നിങ്ങൾക്ക് ഏത് ഫീൽഡും തിരഞ്ഞെടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് തരുന്നത് എന്താണ്, ഒരു ഗുണപാഠമാണല്ലേ. ഒരു ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആകണം, എങ്ങനെ ആകരുത് എന്ന് പറഞ്ഞു തരികയാണ്. ഇത്രയും മഹത്തായ ഒരാളുടെ വാക്കുകളാണ്. എന്താണ്, നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് വേണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഞാൻ +2 സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സയൻസ് 10ാം ക്ലാസ് വരെ പറ്റിയതുപോലെ +2 എനിക്ക് പറ്റിയില്ല. നല്ല ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക്. ഞാൻ ഉദ്ദേശിച്ച പോലെ പഠിക്കാൻ എനിക്ക് പറ്റിയില്ല. അതിനുശേഷം ഞാൻ തീരുമാനിച്ച ഒരു കാര്യമാണ്, എന്താണ്, ഞാൻ ഇനി ഇംഗ്ലീഷേ പഠിക്കൂ. ബിക്കോസ് എനിക്കതാണ് താല്പര്യം. അവിടെ ആണ് ഞാൻ എടുത്ത ഒരേ ഒരു തീരുമാനം എനിക്ക് ഫലമുണ്ടാക്കിയത്. അല്ലെങ്കിൽ ഞാനിപ്പോഴും അഭിമാനിക്കുന്ന ഒരു തീരുമാനം അത് മാത്രമായിരുന്നു. കാര്യം എന്താണ്, ഇംഗ്ലീഷിൽ എനിക്ക് പറ്റും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് ഒറ്റ കാര്യം ഇംഗ്ലീഷ് മാത്രമായിരുന്നു. അപ്പോൾ അതിൽ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു, അതിൽ മുന്നോട്ട് പോകാൻ ഒത്തു. അതിലിപ്പോൾ BEd ആയാലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആയാലും ഡിഗ്രി എല്ലാം എടുക്കാൻ പറ്റി. അത്യാവശ്യം മോശമില്ലാത്ത മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര റിസൾട്ടും റാങ്കും ഒന്നും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും മോശമില്ലാത്ത റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി. ടീച്ചിങ് എന്നുള്ള ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ പറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശപ്പെട്ട എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ അല്ല സയൻസ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എന്നുള്ളൊരവസ്ഥയായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത്. കാര്യം ഞാനും മലയാളം മീഡിയം ആയിരുന്നു. 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ചതിന് ശേഷം +1 +2 ഇംഗ്ലീഷ് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് പോലെയല്ല മറ്റ് സബ്ജക്ട്സ് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ. ഇംഗ്ലീഷ് മീഡിയംകാർ ഫോളോ ചെയ്യുന്ന അത്രയും സ്പീഡിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ പഠിച്ച സ്കൂളെന്ന് പറഞ്ഞാൽ റാങ്കേഴ്സിൻ്റെ സ്കൂളായിരുന്നു. അവിടെയാണ് അഡ്മിഷൻ ആയത്. പക്ഷേ അവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാം കുറച്ച് ബ്രില്യൻ്റ് ആയിരുന്നതുകൊണ്ട് അവർ വളരെ ഫാസ്റ്റിലാണ് പോയിരുന്നത്. ആവറേജും അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു അവിടെ ആ ഒരു സ്കൂളിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്താണ് ഞാൻ വളരെയധികം ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ ടെൻഷനുള്ള കാലഘട്ടമായിരുന്നു എൻ്റെ +1 +2 കാലഘട്ടം. അപ്പോൾ അതിനുശേഷം എടുത്ത ഒരു തീരുമാനമാണ് എനിക്കിപ്പോൾ ഇത്രയും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കി തന്നത്. അപ്പം നമ്മൾ തീരുമാനിക്കുക നമ്മളുടെ കരിയർ എന്താണ് എന്നുള്ളത്. നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യാം. അതിന് പാരൻസിൻ്റെ സപ്പോർട്ടും കൂടി വേണം. പാരൻസിനെ എതിർത്ത് നമ്മൾ സംസാരിക്കണം എന്നല്ല, കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൺവിൻസ് ചെയ്യുക. അവർക്ക് തീരെ താല്പര്യമില്ല ഒരു കാര്യം ചെയ്യണമെന്നല്ല ഈ പറയുന്നതിൻ്റെ കാര്യം. നിങ്ങൾ തന്നെ നോക്കുക, നമ്മൾ എന്ത് പഠിക്കുമ്പോഴാണ്, എന്ത് സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത്, അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. യുണീക്കായി മാറാനുള്ള എല്ലാവർക്കുമുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. നമ്മളുടെ ടേസ്റ്റ് എന്താണ്, നമ്മുടെ പൊട്ടൻഷ്യൽ എന്തിലാണ് നമ്മൾ തിരിച്ചറിയുക. I learned every youth wants to be unique, that is you. But the world all around you is doing its best day and night to make you just everybody else. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളാകണം. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എന്താണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വേറെ ആരോ ആകണം എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്താണ്, നീ അവനെ പോലെ ആകണം, നീ ഇവനെ പോലെ ആകണം എന്ന് പറയില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. In your home, dear young fellows, you are asked by your parents to be like the neighbor's children,
ഫോർ സ്കോറിങ് ഗുഡ് മാർക്സ് അല്ലേ? വീട്ടിൽ നമ്മുടെ പാരൻസിൻ്റെ സ്ഥിരം ഒരു പല്ലവിയാണ് അല്ലേ? എന്താണ് എപ്പോഴും നമ്മളോട് പറയും, നീ അവനെ പോലെ മാർക്ക് വാങ്ങണം, അവനെ പോലെ ആകാനായിട്ട് നോക്കണം, അവൻ മേടിക്കുന്ന മാർക്ക് നീ കാണുന്നില്ലേ, അപ്പോൾ അത്രയും മാർക്ക് നീ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം എന്നൊക്കെ പാരൻസ് പറയുന്നുണ്ട്. വെൻ യു ഗോ ടു സ്കൂൾ, ഇനി സ്കൂളിൽ പോവുകയാണെങ്കിലോ, യുവർ ടീച്ചർ സേസ്, ടീച്ചർ എന്ത് പറയും? വൈ ഡോണ്ട് യു ബിക്കം ലൈക്ക് ദി ഫസ്റ്റ് 5 റാങ്കേഴ്സ് ഇൻ ദി ക്ലാസ്? എന്താണ് ആദ്യത്തെ 5 റാങ്കിനകത്തെങ്കിലും നിനക്ക് വന്നൂടെ? സ്ഥിരമായിട്ട് ടീച്ചേഴ്സ് ചോദിക്കുന്ന ചോദ്യമാണല്ലേ. അത്രയുമെങ്കിലും അവരെ പോലെയെങ്കിലും ആയിക്കൂടെ, അവരുടെ ലിസ്റ്റിനകത്ത് നിനക്ക് വന്നൂടെ എന്നായിരിക്കും ചോദിക്കുക. വേറെവർ യു ഗോ, നിങ്ങൾ എവിടെ പോയാലും പീപ്പിൾ സേ, ആൾക്കാർ എന്ത് പറയും? യു ഹാവ് ടു ബി സംബഡി എൽസ്, നിങ്ങൾ അവനെ പോലെ ആകണം, അവനെ പോലെ ആകണം എന്ന് പറയുന്നു. ഓർ എവരിബഡി എൽസ്, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരെ പോലെ നിങ്ങൾ ആവുക. നൗ ഡിയർ യങ് ഫ്രണ്ട്സ്, എന്താ പറയുന്നത്? ഹൗ മെനി ഓഫ് യു വുഡ് ലൈക്ക് ടു ബി യുണീക്ക് യുവർ സെൽഫ്? നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് നിങ്ങൾ യുണീക്കായിരിക്കണം എന്ന ആഗ്രഹമുണ്ട്? ദ ചലഞ്ച്, അതെന്താണ്? ഒരു ചലഞ്ചാണല്ലേ. ദ ചലഞ്ച് മൈ ഡിയർ യങ് ഫ്രണ്ട്സ് ഈസ് ദാറ്റ് യു ഹാവ് ടു ഫൈറ്റ് ദി ഹാർഡസ്റ്റ് ബാറ്റിൽ വിച്ച് എനി ഹ്യൂമൻ ബീയിങ് ക്യാൻ ഈവൻ ഇമാജിൻ ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അൺടിൽ യു അറൈവ് യുവർ ഡെസ്റ്റൈൻഡ് പ്ലേസ് ദാറ്റ് ഈസ് യുണീക്ക്. ആ യുണീക്ക് യു എന്താ സംഭവം? ഇതൊരു ചലഞ്ചാണല്ലേ. എന്തിനുള്ള ചലഞ്ചാണ്? നമ്മൾ എന്തായി മാറണം? യുണീക്കായിട്ട്, യുണീക്ക് യു അല്ലെങ്കിൽ യുണീക്ക് ഐ എന്നുള്ള രീതിയിൽ നമ്മൾ ആയി മാറണം. നീ ആരാണ്? നീ യുണീക്കാണ്, നിന്നെ പോലെ വേറെ ആരുമില്ല എന്നുള്ള രീതിയിലായി മാറണം. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഇത് എങ്ങനെയെന്നാണ് പറയുന്നത്? ദി ചലഞ്ച് മൈ ഡിയർ യങ് ഫ്രണ്ട്സ് ഈസ് ദാറ്റ് യു ഹാവ് ടു ഫൈറ്റ് ദി ഹാർഡസ്റ്റ് ബാറ്റിൽ. ഏറ്റവും ബുദ്ധിമുട്ടുള്ള യുദ്ധം നിങ്ങൾ അതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യേണ്ടി വരും. വിച്ച് എനി ഹ്യൂമൻ ബീയിങ് ക്യാൻ എവർ ഇമാജിൻ, മറ്റുള്ള ഒരു ഹ്യൂമൻ ബീയിനെ കൊണ്ടും ചിന്തിക്കാൻ പറ്റാത്തത്രയ്ക്കും ഹാർഡായിട്ടുള്ള ഒരു ബാറ്റിലായിരിക്കും. ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ്, എപ്പോഴാണ്? നിർത്താൻ പാടില്ല. എപ്പോൾ വരെ? അൺടിൽ യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റൈൻഡ് പ്ലേസ്, നിങ്ങൾ എവിടെയാണോ ലക്ഷ്യമാക്കിയിരിക്കുന്നത് അവിടെ എത്തിച്ചേരുന്നിടം വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് അവിടെ നിന്നും പിന്തിരിയാനായിട്ട് പാടില്ല. എന്താണ് നമ്മുടെ ഡെസ്റ്റൈൻഡ് പ്ലേസ്? ദാറ്റ് ഈസ് എ യുണീക്ക് യു. നീ യുണീക്കായിട്ടുള്ള നിന്നെ നീ ക്രിയേറ്റ് ചെയ്യുന്നിടം വരെയും നീ എന്ത് ചെയ്യാൻ പാടില്ല? പിന്മാറാനായിട്ട് പാടില്ല. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും, ഒരുപാട് പേരുണ്ടാവും നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട്. നൻപൻ സിനിമയൊക്കെ ഇരുന്ന് കണ്ടാൽ മതി, യുണീക്ക് യു എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ എന്താണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതി. അപ്പോൾ അവിടെ എന്താണ് നമുക്കുണ്ടാവുന്ന കോൺഫിഡൻസ്? ആദ്യമേ ഉണ്ടായത് എന്താണ്? ആ പാരൻസിൻ്റെ അടുത്ത് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ഇല്ല. അതുപോലെ ഫിയർ എന്താണ്? ഞാൻ ജയിക്കുമോ, ഞാൻ രക്ഷപ്പെടുമോ എന്നുള്ള ഫിയർ. ഇതെല്ലാം ഒഴിവാക്കിയതിന് ശേഷം മാത്രമാണ് രക്ഷപ്പെട്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ചലഞ്ച് നമ്മുടെ മുന്നിൽ ഒരാൾ കൊണ്ടുവച്ചാൽ അത് ധൈര്യമായിട്ട് ഏറ്റെടുക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ എന്താവാൻ ശ്രമിക്കുക? നിങ്ങളാകാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നു, +2 വരെ നിങ്ങൾ പഠിക്കുന്നു, 10ാം ക്ലാസ് വരെ നമ്മൾ ഇഷ്ടമുള്ള രീതിയിലല്ല പഠിക്കുന്നത്. നമുക്കൊരു സിലബസ് ഉണ്ട്, അതനുസരിച്ച് നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്, 3-4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? നമ്മുടെ കരിയർ നമുക്ക് ചൂസ് ചെയ്യാം. ഏത് നമുക്ക് വേണം, നമ്മളുടെ ടാലൻറ്റ് ഏതിലാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ നമ്മൾ അങ്ങനെയാണോ സെലക്ട് ചെയ്യുക? അല്ല. നമ്മുടെ പാരൻസ് പറയും നീ കൊമേഴ്സ് ഇട്, നീ സയൻസ് ഇട്, നീ ഹ്യൂമാനിറ്റീസ് ഇട്, നീ കമ്പ്യൂട്ടർ സയൻസ് ഇട്. അതൊക്കെ പാരൻസ് ഡിസൈഡ് ചെയ്യുന്നു. എപ്പോഴെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് ഏതിനാണെന്നോ, നമ്മുടെ ടാലൻറ്റ് നമുക്ക് ഏതാണ് കുറച്ചും കൂടി എന്താണ് നമ്മുടെ കരിയർ നമ്മൾ ഒരു ഡിസൈൻ ചെയ്തതിന് ശേഷം +1 +2 സെലക്ട് ചെയ്ത് എത്ര പേരുണ്ട്? നമ്മളിൽ ആർക്കും അങ്ങനെയല്ല. നമുക്കെല്ലാം പ്രസ്റ്റീജ് ആണല്ലേ, പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. സയൻസ് എടുക്കണം, സയൻസ് എടുക്കാതെ ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ നാണക്കേടാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് പേർക്കും സിവിൽ സർവീസ് എന്നുള്ളൊരു പ്ലാനിങ് ഉള്ളത് കൊണ്ട് ഒരുപാട് പേരും ഹ്യൂമാനിറ്റീസ് എടുക്കുന്നുണ്ട്. പണ്ടൊക്കെ പറഞ്ഞ് എന്താണ്, ഹ്യൂമാനിറ്റീസ് ഒട്ടും മാർക്കില്ലാത്ത കുട്ടികൾ എടുക്കുന്ന സബ്ജക്റ്റാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഓരോ സബ്ജക്റ്റും ഓരോരുത്തരും അവരുടെ കരിയർ അനുസരിച്ച് സെലക്ട് ചെയ്യാനുള്ളതാണ്. അവിടെയാണ് നിങ്ങൾക്ക് ചോയ്സ് തന്നിരിക്കുന്നത്. ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു +2 കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അറിയും നമുക്ക് എന്തിലാണ് ടാലൻറ്റ്, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്. അതിനുശേഷമുള്ള കരിയർ നമ്മൾ ഉറപ്പായും അതനുസരിച്ച് യുണീക്ക് ആവാൻ വേണ്ടി മാത്രം ആ രീതിക്ക് വേണ്ടി ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ലൈഫിൽ എന്തുണ്ടാവൂ? സക്സസ് ഉണ്ടാവൂ. ഇവിടെ നമ്മൾ യുണീക്ക് ആവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സക്സസ് ആണ്. സക്സസും പറയുന്നുണ്ട്. സക്സസ് ആൻഡ് യുണീക്ക് എന്നുള്ളതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അബ്ദുൽ കലാം സാറ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്പീച്ചുകൾ കേൾക്കാൻ
പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വിങ്സ് ഓഫ് ഫയർ ഒക്കെ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുത്ത് വായിക്കുക. അത് ഒരു നല്ലൊരു മോട്ടിവേഷൻ നമുക്ക് നൽകുന്ന വർക്കുകൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ കോട്ട് ചെയ്ത് എഴുതാറില്ലേ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകൾ? അപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇടാനായിട്ട് എടുക്കുമല്ലേ, പക്ഷെ അർത്ഥം നോക്കിയിട്ടാണോ? നോക്കുക, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ എന്താണോ ഇന്ന് വരെ അത് കളയുക. ഇനിയെങ്കിലും നമ്മൾ എന്തായി മാറാൻ ശ്രമിക്കുക, യുണീക്കായി മാറാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ +1 പഠിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് ചെറിയ ചെറിയ വാക്കുകളുടെ പോലും മലയാളം മീനിങ് പറയാത്തതും എഴുതി കാണിക്കാത്തതും. അതൊക്കെ കുഞ്ഞു ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ വൊക്കാബുലറി എൻഹാൻസ് ചെയ്യാനും കൂടി ശ്രമിക്കുക. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഓരോ മീനിങ്സ്, വേർഡ്സ്, അതിൻ്റെ മീനിങ്സ് എഴുതിയെടുക്കുന്നതിനോടൊപ്പം പഠിച്ചു പോകാനും കൂടി ശ്രമിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. എല്ലാവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് വീഡിയോ കണ്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, യാതൊരു നിർബന്ധവുമില്ല. അതുപോലെ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് എന്നൊന്ന് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ടിത് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.